നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അദാനി വിഷയത്തിൽ സഭ കലുഷിതമാക്കി പ്രതിപക്ഷം. ഭരണഘടനയുടെ ആമുഖം പാർലമെന്റിന് ഭേദഗതി ചെയ്യാം. സോഷ്യലിസ്റ്റ് സെക്യുലർ ഉൾപ്പെടുത്തൽ ശരിവച്ച സുപ്രീം കോടതി. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി സമാപിച്ചു. അനുവദിച്ച തുക ഒട്ടും പര്യാപ്തമല്ലെന്ന ദരിദ്ര രാജ്യങ്ങളും പരിസ്ഥിതി സംഘടനകളും. പാലക്കാട്ടെ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് തോൽവി. കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര നേതൃത്വം. മൂന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ഉത്തര കൊറിയയും ചൈനയും ഇറാനും റഷ്യയ്ക്കൊപ്പമെന്ന യുക്രൈൻ മുൻ സൈനിക മേധാവി വലേരി സലുഷ്നി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സഭാംഗങ്ങൾക്ക് ആശംസകൾ നേർന്നും അന്തരിച്ച സഭാംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുമാണ് ഇരുസഭകളും ആരംഭിച്ചത്. എന്നാൽ ആദരാഞ്ജലി അർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ലോക്സഭയിലെ അംഗങ്ങൾ ഗൗതം അദാനിക്കെതിരായ കൈക്കൂലി ഇടപാട് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് ഇരുസഭകളും പിരിഞ്ഞു. ബുധനാഴ്ച ഇരുസഭകളും വീണ്ടും ചേരും. 26-ന് ഭരണഘടനാ ദിനാചരണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പഴയ പാർലമെന്റ് മന്ദിരമായ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഇരുസഭകളിലെയും എംപിമാരെ അഭിസംബോധന ചെയ്യും. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കും 26-ന് തുടക്കമാകും. ചടങ്ങിലെ പ്രാസംഗികരുടെ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേര് ഇല്ലാത്തതും പ്രതിപക്ഷ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഇതിനിടെ ജനങ്ങളാൽ തുടർച്ചയായി തിരസ്കരിക്കപ്പെട്ടവരാണ് പാർലമെന്റിൽ ചർച്ചകൾ നടത്താൻ അനുവദിക്കാത്തതെന്നും പ്രതിപക്ഷത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് തടസ്സപ്പെടുന്നത് കാരണം ഏറ്റവും അധികം പ്രയാസം നേരിടുന്നത് യുവ എംപിമാരാണ്. കാര്യക്ഷമമായ സമ്മേളനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും സഭ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് പിന്തുണയില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. ഈ പാർലമെന്റ് സമ്മേളനത്തിന് ഏറെ പ്രത്യേകതയുണ്ടെന്നും ഭരണഘടനയുടെ 75-ാം വാർഷികത്തിനിടയിലാണ് പാർലമെന്റ് സമ്മേളനമെന്നും മോദി പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്ന സന്ദേശമാകണം പാർലമെന്റ് നൽകേണ്ടത്. പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനെ സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ വോട്ടർമാർ ജനാധിപത്യത്തിനും ഭരണഘടനയോടുമുള്ള അവരുടെ സമർപ്പണത്തിനും പാർലമെന്ററി പ്രവർത്തന സമ്പ്രദായത്തിനുള്ള വിശ്വാസത്തിലും അർപ്പണബോധമുള്ളവരാണ്. പാർലമെന്റിലിരിക്കുന്ന നാം എല്ലാവരും ജനങ്ങളുടെ വികാരങ്ങൾക്കൊത്ത് ജീവിക്കണം. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂരിപക്ഷ വർഗീയതയെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ വർഗീയതയായിരുന്നു മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിച്ചിരുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. പാലക്കാടും വയനാടും ചേലക്കരയിലും രാഷ്ട്രീയ മത്സരമാണ് നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIയുമായി ചർച്ച നടത്തിയിട്ടില്ല. അവർക്കൊപ്പമുള്ള ഫോട്ടോ ആർക്കും എടുക്കാം. പിണറായിക്കൊപ്പം SDPI നേതാക്കളുള്ള ഫോട്ടോ ഉണ്ട്. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. SDPIയോടുള്ള കോൺഗ്രസ് നിലപാട് നേരത്തെ പറഞ്ഞതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് ആവർത്തിക്കേണ്ട കാര്യമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. പാലക്കാട് SDPI വോട്ടല്ല UDFന് കിട്ടിയത്. ശ്രീധരന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടാണ് UDFന് ഇത്തവണ കൂടിയത്. ചേലക്കരയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിക്കുമുണ്ട്. രമ്യ ഹരിദാസിന്റെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ചേലക്കരയിൽ UDFന് നേടാനായി. എതിർ സ്ഥാനാർത്ഥിയുടെ 24,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഞങ്ങൾ കുറച്ചത്. എനിക്ക് കണ്ടകശനിയാണെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നെ പറഞ്ഞതെല്ലാം ബാധിച്ചത് സുരേന്ദ്രനെയും BJPയെയുമാണ്. UDFന്റെ അടിത്തറ കൂടുതൽ വിപുലമാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഇപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുമ്പോട്ട് പോവുകയാണ്. അതിനുപേരിലാണ് ബഹുമാന്യനായ മതേതരത്വത്തിൻ്റെ വക്താവായി നിൽക്കുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയാണ്. ആരാണ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ്. അതായത് പാലക്കാട് വോട്ട് കൂടി CPMൻ്റെ, മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞു. CPMൻ്റെ വ്യത്യാസം കുറഞ്ഞു എന്നാണ് ഞാൻ ഓർത്തത്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും 3-ാം സ്ഥാനത്താണ് ക്ലാസ്സിൽ. അപ്പോൾ അമ്മ എപ്പോഴും വഴക്ക് പറയും. അപ്പോൾ അവനോട് നീ 2-ാം സ്ഥാനത്തെങ്കിലും എത്താൻ നോക്കാൻ പറയും.
അപ്പോൾ ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2ാം സ്ഥാനക്കാരൻ്റെ തൊട്ടടുത്തെത്തി അമ്മയെന്ന് ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ചോദിച്ചു, നിൻ്റെ മാർക്ക് കൂടിയാന്ന് ചോദിച്ചു. എൻ്റെ മാർക്ക് കൂടിയില്ല, അവൻ്റെ മാർക്ക് കുറഞ്ഞു. എൻ്റെ അടുത്തെത്തി. അപ്പോൾ അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു. അതല്ലേ ഇവിടെ നടന്നത്. എങ്ങനെയാണ് CPM-ഉം 2ാം സ്ഥാനമായിട്ടുള്ള BJP ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത്? CPM-ൻ്റെ വോട്ട് കൂടിയിട്ടാണ്. 50,000 വോട്ടുണ്ടായിരുന്ന CPM-ൻ്റെ വോട്ട് 39,000 വോട്ടായി മാറി. അപ്പോഴാണ് CPM അടുത്തു വന്നെന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്? CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു എന്ന്. BJP-യുടെ വോട്ട് കുറഞ്ഞാണ്, താഴേക്ക് പോയതാണ്. ആ BJP-യുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതാണ്. അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി. CPM-ൻ്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാട്ടിൽ. ഇവിടെ ആ 3ാം സ്ഥാനം നിലനിർത്തി. 1000 വോട്ട് 900 ചില്ലാൻ വോട്ട് കൂടിയെന്നാണ് പറയുന്നത് 2021-നേക്കാൾ. 2021 ശേഷം 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ CPM-ന് ഷെയർ ഒന്നുമില്ലേ? 15,000-ഓളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്, അതിൽ ഷെയർ ഇല്ലേ? എന്നിട്ട് പറയുകയാണ്, എന്നിട്ടൊരു വ്യാപകമായ പ്രചരണം SDP-യുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത്. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു. അതായത് BJP-യുടെ വോട്ടാണ് 11,000-ഓളം വോട്ട് കുറഞ്ഞത്. അതിൽ നിന്നുള്ള ഷെയറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വോട്ടാണ്. ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത്. BJP-ക്ക് ഈ ശ്രീധരന് പോയ വോട്ടിലൊരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം ഉണ്ടായത്. ഈ ശ്രീധരന് പോയ വോട്ട് SDP-യുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പോയത്? അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത്. ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് 6,000 വോട്ട് പോളിംഗ് കുറഞ്ഞു. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം ഉൾപ്പെടുത്തിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ആമുഖം ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് തള്ളിയത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കെ എന്തിനാണ് ഇപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നതെന്ന് ഹർജിക്കാരോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസം കൊണ്ട് ക്ഷേമരാഷ്ട്രം എന്നാണ് അർത്ഥമാക്കുന്നത്. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് SR ബൊമ്മെ കേസിൽ വിധിച്ചിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വിശദീകരിച്ചു. 1976-ൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി ഇന്ദിരാഗാന്ധി സർക്കാർ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ചേർത്തതാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത്. സോഷ്യലിസം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തി സ്വാതന്ത്ര്യം കുറയ്ക്കലാകുമെന്നും പറഞ്ഞ് ഡോക്ടർ BR അംബേദ്കർ അതിനെ എതിർത്തിരുന്നതായി അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ വാദിച്ചിരുന്നു. അതേസമയം സോഷ്യലിസം, മതേതരത്വം തുടങ്ങിയ വാക്കുകൾ ഭരണഘടനയിൽ ചേർക്കുന്നതിനോട് തനിക്ക് എതിർപ്പില്ലെന്നും ആമുഖത്തിൽ ഉൾപ്പെടുത്തിയതിനെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും മറ്റൊരു ഹർജിക്കാരനായ BJP നേതാവ് അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഉപാധ്യായ പറഞ്ഞിരുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന വാർത്ത തള്ളി കേന്ദ്ര നേതൃത്വം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണത്താൽ ആരും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് രാജിവെക്കേണ്ടതില്ലെന്നും ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും BJP സംസ്ഥാന പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി. UDF-ഉം LDF-ഉം വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും 2026-ൽ BJP പാലക്കാടടക്കം നിരവധി സീറ്റുകളിൽ വിജയിക്കുമെന്നും ജാവ്ദേക്കർ പ്രതികരിച്ചു. അതിനിടെ പാലക്കാട്ടെ തോൽവി BJP കൗൺസിലർമാരുടെ തലയിൽ വെക്കേണ്ടെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ പ്രതികരിച്ചു. ജയിച്ചാൽ ക്രെഡിറ്റ് കൃഷ്ണകുമാറിനെ, തോറ്റാൽ ഉത്തരവാദിത്തം ശോഭയ്ക്കെന്ന നിലപാട് ശരിയല്ലെന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് ദേശീയ നേതൃത്വം പരിശോധിക്കണമെന്നും ശിവരാജൻ ആവശ്യപ്പെട്ടു. ശോഭയുടെ ഡ്രൈവർ വോട്ട് മറിക്കാൻ കൂട്ടുനിന്നെന്നായിരുന്നു പ്രധാന ആരോപണം. പരാജയത്തിന് പിന്നിൽ ശോഭ സുരേന്ദ്രനാണെന്ന് വരുത്തി തീർക്കാൻ മുരളീധരന്റെ പക്ഷവും ശ്രമിക്കുന്നതായി പാർട്ടിക്കകത്തുനിന്ന് പരാതി ഉയർന്നിരുന്നു. നഗരസഭയിൽ ശോഭാപക്ഷം BJP-യെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചുവെന്നാണ് മുരളീധരന്റെ പക്ഷം ആവർത്തിക്കുന്നത്. പാലക്കാട്ടെ പരാജയം ശോഭ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായി ശോഭാപക്ഷവും ആരോപിച്ചു. K സുരേന്ദ്രനെ V മുരളീധരൻ സംരക്ഷണ വലയം ഒരുക്കുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. അതിനിടെ സുരേന്ദ്രന്റെ നിലപാടിനെ പരിഹസിച്ച് സന്ദീപ് വാര്യർ രംഗത്തെത്തി. രാജി ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ടബിൾ ആണെങ്കിൽ
അതിനെ സുരേന്ദ്രൻ സധൈര്യം തയ്യാറാവണമെന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. കേരളത്തിലെ BJP പ്രവർത്തകരെ പറ്റിക്കാനുള്ള സുരേന്ദ്രന്റെ മറ്റൊരു അടവ് മാത്രമായിട്ടാണ് രാജി സന്നദ്ധതയെ കാണുന്നതെന്നും സന്ദീപ് പറഞ്ഞു. കേരളത്തിലെ BJP നേതൃത്വത്തിനോട് കേന്ദ്രത്തിന് ഒരു താല്പര്യവുമില്ല എന്നതാണ് വസ്തുതയെന്നും അവർക്ക് ആകെ താല്പര്യമുള്ളത് താൻ മനസ്സിലാക്കിയിടത്തോളം സുരേഷ് ഗോപിയോട് മാത്രമാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. അല്ല, ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു വശം മാത്രമാണ് കാണുന്നത്. ചേലക്കരയിൽ 10,000 വോട്ടിൻ്റെ വ്യത്യാസം അധികം വോട്ട് BJPക്ക് ലഭിച്ചു. വയനാട്ടിലും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി, പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷത്തോടു കൂടി വിലയിരുത്തുന്നത്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെക്കുറിച്ചൊന്നും ഒരു വിലയിരുത്തലുമില്ല. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും ചേലക്കരയിൽ എന്തുകൊണ്ട് UDF ദയനീയമായി പരാജയപ്പെട്ടു? ഞങ്ങൾക്ക് 4,000 വോട്ട് പാലക്കാട് നഷ്ടപ്പെട്ടപ്പോൾ രമ്യ ഹരിദാസിന് എത്ര വോട്ട് ചേലക്കരയിൽ നഷ്ടപ്പെട്ടു എന്ന് ആരും തന്നെ ഇവിടെ ചർച്ചയാക്കുന്നില്ലല്ലോ. VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഇല്ലേ? എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് മാത്രം എന്തുകൊണ്ടാണ് വരുന്നത്? പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുത, സമാഹരിക്കാൻ കഴിയാതെ പോയത്? ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിലും ശരിയായ വിശകലനം നടത്തി, പരിശോധന നടത്തി, എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തതുപോലെ 2021 ദയനീയമായ പരാജയം ഉണ്ടായപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. 2021 2.5% വോട്ട് ഞങ്ങൾക്ക് നഷ്ടമായി. നേമത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായി. പക്ഷേ ഞങ്ങൾ അവിടെ തളർന്നു പോയില്ല. അടിസ്ഥാന വോട്ട് നിലനിർത്തി, പക്ഷേ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ 2021 മെയ് മുതൽ 2024 മെയ് വരെയുള്ള കാലങ്ങളിൽ, ഏപ്രിൽ വരെയുള്ള കാലയളവിൽ തെറ്റുകൾ കണ്ടുപിടിച്ചു. ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, മുന്നോട്ട് പോയി. കേരളത്തിൽ ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ശ്രീ O രാജഗോപാൽ മത്സരിച്ച നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും, ഇപ്പോൾ ചേലക്കരയിൽ ബാലകൃഷ്ണനും, ഇതിനു മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിലും, അതിനു മുമ്പ് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലും ഒഴിച്ചാൽ, നിങ്ങളെല്ലാം കണക്കുകൾ പരിശോധിക്കുന്നതല്ലേ, എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടിട്ടുണ്ട്. ആ 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ കേരളത്തിലെ ഒരു ബൈ ഇലക്ഷനിലും BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2,000 വോട്ടാണ് BJPക്ക് അന്ന് ലഭിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടുകൾ മാത്രമാണ് ഞങ്ങൾ കിട്ടിയത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് പഴയ 19,000 നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം വസ്തുതകളാണ്. പക്ഷെ അപ്പോഴും പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ചുകൂടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അല്ല, ക്യാമ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ എന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ഇന്നിവിടെ എല്ലാം നിങ്ങൾ 3 ദിവസമായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിത് കേൾക്കാനായിട്ട് തന്നെ വന്നിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും, പരാജയപ്പെടുമ്പോൾ പ്രസിഡന്റിനുമാണ്, സ്വാഭാവികമാണല്ലോ. അത് ഞാനത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അതിലെനിക്ക് പരാതിയില്ല. പക്ഷെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കണം. പാലക്കാട് മാത്രമല്ല, ഞങ്ങൾ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഓരോന്നോരോന്ന് പറയാം. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളി, ഇതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. ഇതല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ പറയട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് സർ. ഇല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. പറഞ്ഞു, ആര് പറഞ്ഞു എന്നല്ല. അല്ലല്ല, നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെയാണ് വിമർശിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിൽ ജനം LDF-നൊപ്പം അണിനിരന്നെന്നും കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റി കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ അനുയായി എന്ന മട്ടിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പെരുമാറുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി മുൻപ് ആരോപിച്ചത്.
മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. അവരാരും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും അംഗീകരിക്കുന്നില്ല. LDFനെ പരാജയപ്പെടുത്താൻ അവരുടെ വോട്ട് വേണമെന്ന ചിന്തയിലാണ് CPMന്റെ എതിരാളികൾ അവരുമായി സഹകരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം തീവ്രവാദ വിഭാഗങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. തിരഞ്ഞെടുപ്പിലെ വിജയമല്ല, നാടിന്റെ ഭാവിയാണ് ആലോചിക്കേണ്ടത്. വർഗീയതയെ എതിർക്കാൻ കഴിയണം. ചേലക്കരയിൽ വിജയിച്ചാൽ രാഷ്ട്രീയ വിജയമുണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതി. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് അവർ പ്രചരിപ്പിച്ചു. LDFനെ പരാജയപ്പെടുത്താമെന്ന് കണക്കുകൂട്ടി എല്ലാ വിഭാഗത്തെയും അണിനിർത്തിയെങ്കിലും ഞങ്ങൾ വിജയിച്ചു. ജനങ്ങൾ LDFനൊപ്പം ഭദ്രമായി അണിനിരന്നു. LDFന് ഒരു കോട്ടവും സംഭവിച്ചില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ നില ശോഷിക്കുമ്പോഴാണ് വലിയ ക്ഷീണം സംഭവിച്ചു എന്ന് പറയാൻ കഴിയുക. പാലക്കാട് LDF വോട്ട് വിഹിതം കുറഞ്ഞില്ല. ചേലക്കരയിൽ UDF വോട്ട് കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ LDFന് നല്ല രീതിയിൽ അവിടെ വോട്ട് കൂടി. തിരഞ്ഞെടുപ്പിൽ LDFന് വലിയ പിന്തുണ ലഭിച്ചു. BJP വലിയ തോതിൽ പുറകോട്ടു പോയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വ്യാഴാഴ്ച യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ ഉപയോഗിച്ചത് പുതുതായി വികസിപ്പിച്ച മധ്യദൂര ഹൈപ്പർസോണിക് മിസൈലാണെന്ന് റഷ്യ. US, ബ്രിട്ടീഷ് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ആഴ്ച ആദ്യം റഷ്യക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. രാജ്യവ്യാപകമായി സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പ്രസംഗത്തിലാണ് പുടിന്റെ പ്രതികരണം. ആണവായുധം വഹിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ പ്രയോഗിച്ചതെന്നാണ് യുക്രൈൻ ആരോപിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പുടിന്റെ മറുപടി. പൗരന്മാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള മുന്നറിയിപ്പ് ആക്രമണത്തിന് മുൻപ് നൽകുമെന്ന് പറഞ്ഞ പുടിൻ റഷ്യൻ മിസൈലുകളെ തടയാൻ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ലെന്നും അവകാശപ്പെട്ടു. അതേസമയം റഷ്യയെ ആക്രമിക്കാൻ മിസൈലുകൾ ഉപയോഗിച്ച രാജ്യങ്ങൾക്കെതിരെ ഇത് പ്രയോഗിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചാൽ അത് റഷ്യയും നാറ്റോയും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിക്കുമെന്ന് USനും നാറ്റോ സഖ്യകക്ഷികൾക്കും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുക്രൈനിന്റെ മധ്യകിഴക്കൻ നഗരമായ ഡിനിപ്രോയെ ലക്ഷ്യമാക്കി റഷ്യ ICBM ഉപയോഗിച്ചെന്ന് പറയുമ്പോഴും തെളിവുകളൊന്നും യുക്രൈൻ പുറത്തുവിട്ടിട്ടില്ല. മിസൈലിന്റെ വേഗവും ഉയരവും ICBMനോട് സാമ്യമുള്ളതായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. വ്യാഴാഴ്ച ടെലിഗ്രാം വഴിയാണ് യുക്രൈൻ വ്യോമസേന ആക്രമണ വിവരം അറിയിച്ചത്. റഷ്യയുടെ അസ്ട്രാഖാൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തതെന്ന് യുക്രൈൻ പറഞ്ഞു. ICBMനൊപ്പം മറ്റ് 8 മിസൈലുകൾ കൂടി റഷ്യ വിക്ഷേപിച്ചിരുന്നുവെന്നും ഇവയിൽ 6 എണ്ണം വെടിവെച്ചിട്ടതായും യുക്രൈൻ അറിയിച്ചിരുന്നു. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റെന്നും വ്യവസായ കേന്ദ്രവും അംഗപരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രവും തകർന്നെന്നുമായിരുന്നു പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ICBM ഉപയോഗിച്ചെന്ന വാദം റഷ്യ നിഷേധിച്ചിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന സൂചന നൽകി പുതുക്കിയ ആണവ നയരേഖയിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മിസൈൽ ആക്രമണമെന്നതും ചേർത്ത് മേഖലയിൽ വലിയ ആശങ്ക ഇതിന് പിന്നാലെ ഉടലെടുത്തിരുന്നു. ദീർഘദൂര പരിധിയുള്ള ICBM യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചെങ്കിൽ അത് റഷ്യയുടെ ആണവശക്തിയുടെ പ്രകടനമായും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുമെന്ന സന്ദേശമായുമാണ് വിശകലനം ചെയ്യപ്പെട്ടത്. നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ നടി പറഞ്ഞിരുന്നു. എന്നാൽ ഈ തീരുമാനം മാറ്റിക്കൊണ്ടാണിപ്പോൾ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി നടി വീണ്ടും രംഗത്തെത്തിയത്. താൻ നേരിട്ട അതിക്രമത്തിന് നീതി വേണമെന്നും അതിനാൽ പരാതി പിൻവലിക്കില്ലെന്നും SIT നടപടികളുമായി സഹകരിക്കുമെന്നും നടി വ്യക്തമാക്കി. നടന്മാരായ M. മുകേഷ് MLA, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് നടി ആരോപണവുമായി രംഗത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. നടന്മാർക്കെതിരെ പരാതി നൽകിയതിനു ശേഷം തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തത് തന്നെ വിഷമിപ്പിച്ചിരുന്നുവെന്നും നടി പറഞ്ഞു. അതുകൊണ്ടാണ് മനം മടുത്ത് പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം ധൈര്യം നൽകിയെന്നും അവർ കൂടെയുണ്ടെന്നും നടി പറഞ്ഞു. ഒറ്റപ്പെട്ടുപോയി എന്ന മനോവിഷമത്താലാണ് പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് പരാതി പിൻവലിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നതെന്നും നടി പറഞ്ഞു. പോക്സോ കേസിൽ തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്
എന്തുകൊണ്ടാണെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണം. പോക്സോ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും അവർ ആരോപിച്ചു. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പരാതി പിൻവലിക്കുകയാണെന്ന് നടി അറിയിച്ചത്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻ പിള്ള രാജു അടക്കമുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ബലാത്സംഗ കേസിലും സ്ത്രീത്വത്തോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു പരാതി പിൻവലിക്കുമെന്ന നടിയുടെ പ്രഖ്യാപനമുണ്ടായത്. കാനഡയിലെ ഖലിസ്ഥാൻ വാദികൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ വിമർശിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ചെയ്ത ഉദ്യോഗസ്ഥർ കുറ്റവാളികളാണെന്നും ബ്രാംപ്ടണിൽ നടന്ന പത്രസമ്മേളനത്തിൽ ട്രൂഡോ പറഞ്ഞു. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എന്നാരോപിക്കുന്ന റിപ്പോർട്ട് കനേഡിയൻ ഭരണകൂടം അടുത്തിടെ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രൂഡോയുടെ പ്രതികരണം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ വധത്തെക്കുറിച്ച് അറിയിച്ചുള്ളതായുമുള്ള ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് തള്ളിയത്. ബ്രസീലിൽ നടന്ന G20 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ജസ്റ്റിൻ ട്രൂഡോയും ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലപാട് മാറ്റി ട്രൂഡോ രംഗത്ത് വന്നത്. ഖലിസ്ഥാൻ വാദം ആരംഭിക്കുന്നത് 1930കളിലാണ്. പഞ്ചാബ് മേഖലയിൽ ഖലിസ്ഥാൻ എന്ന പേരിൽ ഒരു വംശീയ മത പരമാധികാര രാഷ്ട്രം സ്ഥാപിച്ച് സിഖുകാർക്കായി ഒരു മാതൃഭൂമി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഘടനവാദ പ്രസ്ഥാനമായാണ് ഖലിസ്ഥാൻ വാദത്തെ കണക്കാക്കുന്നത്. സിഖുകാർ ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിന്റെ മുഴുവൻ ഭാഗവും പാകിസ്ഥാനി പഞ്ചാബും ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളായ ചണ്ഡീഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഖലിസ്ഥാൻ എന്ന സ്വാതന്ത്ര്യ രാഷ്ട്രത്തിനു വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇത് അനുവദിച്ചാൽ ഇന്ത്യയുടെ ഭാഗമായുള്ള ഉത്തരേന്ത്യയിലെ വലിയൊരു ഭൂപ്രദേശം മറ്റൊരു രാഷ്ട്രമായി മാറേണ്ടിവരും. അതോടെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഖലിസ്ഥാനും മറ്റൊരു തലവേദനയായി മാറാനും സാധ്യതയുണ്ട്. 2023 ജൂൺ 18 കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ വെച്ചാണ് ഇയാൾ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ഇതോടെ നയതന്ത്ര ബന്ധം വഷളാവുകയും കനേഡിയൻ സിഖ് വിഘടനവാദികൾക്കെതിരായ അക്രമാസക്തമായ ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും പങ്കുണ്ടെന്നാരോപിച്ച് 2024 ഒക്ടോബറിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെയും മറ്റ് 5 നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കാനഡ പുറത്താക്കുകയും ചെയ്തു. മൂന്നാം ലോക മഹായുദ്ധം ഇതിനകം തുടങ്ങിയെന്ന് യുക്രൈൻ മുൻ സേനാ മേധാവി വലേരി സലുഷ്നി. വൻ ശക്തികളായ റഷ്യയും US-ഉം യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നത് ഇത് തെളിയിക്കുന്നു. ഉത്തര കൊറിയ, ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ റഷ്യയുടെ പക്ഷത്താണെന്നും സലുഷ്നി പറഞ്ഞു. യുക്രൈന്റെ ഓൺലൈൻ പത്രമായ യുക്രൈൻസ്ക പ്രാവതയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സലുഷ്നി. ഈ വർഷം യുക്രൈനെ റഷ്യ അല്ല നേരിടുന്നതെന്ന് മുൻ സേനാ മേധാവി വിശദീകരിച്ചു. യുക്രൈനെതിരെ ഉത്തര കൊറിയൻ സൈനികരുടെ വിന്യാസം, യുക്രൈനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഡ്രോൺ ആക്രമണം, ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ആയുധങ്ങൾ എന്നിവയെല്ലാം യുദ്ധത്തിന്റെ അന്താരാഷ്ട്ര വ്യാപ്തിയെ സൂചിപ്പിക്കുന്നതാണെന്ന് വലേരി സലുഷ്നി പറയുന്നു. അതുകൊണ്ട് തന്നെ 2024 മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയെന്ന് താൻ കരുതുന്നതായി സലുഷ്നി പറഞ്ഞു. റഷ്യക്കെതിരായ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് സെലൻസ്കിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഈ ഫെബ്രുവരിയിൽ സലുഷ്നിയെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. വിശാലമായ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ യുക്രൈന്റെ വിജയം അനിശ്ചിതമായി തുടരുമെന്ന് സലുഷ്നി പറഞ്ഞു. അതിനിടെ റഷ്യയിലേക്ക് ആഴത്തിൽ പതിക്കാൻ ശേഷിയുള്ള അമേരിക്കൻ, ബ്രിട്ടീഷ് മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചതിനെ മറുപടിയായാണ് യുക്രൈനിലേക്ക് പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പുതിയ മിസൈലിനെ തടയാൻ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശക്തിയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. അത് ശബ്ദത്തിന്റെ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുമെന്നും പുടിൻ അവകാശപ്പെട്ടു. ഇന്നലെ ഉപരോധം മറികടന്ന് ഉത്തര കൊറിയയ്ക്ക് റഷ്യ വലിയ തോതിൽ ഇന്ധനം നൽകുന്നതായി റിപ്പോർട്ട് വന്നു. മാർച്ച് മാസം മുതൽ റഷ്യ ലക്ഷക്കണക്കിന് ബാരൽ ഇന്ധനം ഉത്തര കൊറിയയ്ക്ക് നൽകിയതായാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഓപ്പൺ സോഴ്സ് സെന്ററിന്റെ റിപ്പോർട്ട്. UN ഉപരോധം മറികടന്നാണ് ഈ നീക്കം. ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിന് ദരിദ്ര രാജ്യങ്ങൾക്ക് 2015 മുതൽ
പ്രതിപക്ഷം 30,000 കോടി ഡോളർ നൽകുവാൻ സമ്പന്ന രാജ്യങ്ങൾ സമ്മതിച്ചതോടെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി സമാപിച്ചു. അതേസമയം തുക ഒട്ടും പര്യാപ്തമല്ലെന്നും ദരിദ്ര രാജ്യങ്ങളും പരിസ്ഥിതി സംഘടനകളും ആരോപിച്ചു. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ വെള്ളിയാഴ്ച അവസാനിക്കേണ്ടിയിരുന്ന ഉച്ചകോടി ധനസഹായം സംബന്ധിച്ച ചർച്ചകളിൽ തീരുമാനം ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ഇന്നലെ വരെ നീളുകയായിരുന്നു. വികസിത രാജ്യങ്ങൾ വർഷം 1.3 ലക്ഷം കോടി ഡോളർ വെച്ച് നൽകണമെന്നായിരുന്നു വികസ്വര അവികസിത രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഹരിതവാതകങ്ങൾ ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്ന സമ്പന്ന രാജ്യങ്ങൾക്ക് ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന വാദം ഉച്ചകോടിയിൽ ശക്തമായിരുന്നു. അതേസമയം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ചൈനയും സമ്പത്തിൽ മുന്നിലുള്ള ഗൾഫ് രാജ്യങ്ങളും ഇപ്പോഴും വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിലാണെന്നും ഇവരും സഹായ ഫണ്ടിലേക്ക് വിഹിതം നൽകണമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്ന 30,000 കോടി വളരെ കുറവാണെന്നും തീരുമാനം വൈകിപ്പോയെന്നും ആഫ്രിക്കൻ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ ഇന്ത്യയും എതിർപ്പ് അറിയിച്ചു. 30,000 കോടി ഡോളർ തുക തീർത്തും അപര്യാപ്തമെന്ന് കാലാവസ്ഥ ഉച്ചകോടിയിലെ ഇന്ത്യൻ പ്രതിനിധി ചാന്ദിനി റെയ്ന വ്യക്തമാക്കി. ഇന്ത്യയുടെ നിലനിൽപ്പിനാവശ്യമായ നടപടികൾക്ക് തുക പോരെന്നും 9 രാജ്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. റെയ്നയുടെ പ്രതികരണം ആർപ്പുവിളികളോടും കയ്യടികളോടും സ്വീകരിക്കപ്പെട്ടു. സഹായധനം സംബന്ധിച്ച ഉച്ചകോടിയുടെ തീരുമാനം അപമാനകരമാണെന്ന് നൈജീരിയ പറഞ്ഞു. അടുത്ത വർഷം ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിലാണ് കാലാവസ്ഥാ ഉച്ചകോടി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.